പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിനകത്ത് യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ സാധിച്ചത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതെ പ്രിയപ്പെട്ട ഹല്ലേലൂയ. എനിക്ക് എന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി പറയാൻ സാധിക്കും, എന്റെ ജീവിതത്തെ വിലയേറിയതാക്കി തീർത്തത് കർത്താവിനോടുള്ള ബന്ധമാണ്. കർത്താവിനെ ഹല്ലേലൂയ, യേശുവിനെ എന്റെ കർത്താവായി സ്വീകരിച്ചാണ് എന്റെ ജീവിതത്തിന് അവസ്ഥ മാറ്റിയത്. പ്രിയപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾ എവിടെല്ലാം നിങ്ങൾ തകർന്ന് ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ശൂന്യത അനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾ മറക്കരുത്, അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. നിങ്ങൾ അസാധാരണക്കാരായി തീരുവാനായിട്ട്, നിങ്ങളൊരു അനുഗ്രഹമായി തീരാനായിട്ട്, നിങ്ങൾ ദൈവത്താൽ ഹല്ലേലൂയ ആമേൻ നിയോഗിക്കപ്പെടാൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ, ദൈവത്താൽ മാനിക്കപ്പെടാൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ആമേൻ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന് തന്റെ ജീവനെ ഹല്ലേലൂയ തന്റെ മഹത്വത്തെ നമുക്ക് വേണ്ടി വിട്ടു തന്നവനായ കർത്താവ്. യെസ്, ആ കർത്താവ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു മേഖലകളിലും നാം ലജ്ജിച്ചു പോകുവാൻ, തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. കാരണം അതിനുവേണ്ടി അവൻ തന്നെ തകരാൻ ഏൽപ്പിച്ചു കൊടുത്തില്ലേ. ഇനി അതിലും വലിയ കാര്യം എന്തായിരിക്കുന്നത്? യെസ്, ആകെയാണ് കർത്താവിനോടുള്ള ബന്ധത്തിൽ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ, കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ ഓരോ ദിവസവും വളർന്ന് ബലപ്പെടുക. ഒരു ശത്രുവിന്റെ തിന്മയും നിങ്ങളെ തൊടത്തില്ല. ആമേൻ. നിങ്ങളെ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ കൂടെ ദൈവവചനം പങ്കുവയ്ക്കാനായിട്ട് കർത്താവ് തരുന്ന എല്ലാ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സ്നേഹം മാറാത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഈ ദൈവത്തിന്റെ സ്നേഹം, കർത്താവിന്റെ ആ അസാധാരണമായ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ ആമേൻ പല സാക്ഷ്യങ്ങളെ ഈ പ്രോഗ്രാമിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന നിലയിൽ പലരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എവിടെയെങ്കിലും ആമേൻ തകർന്നവരോ തളർന്നവരോ നിരാശയിലേക്ക് കടക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടൊരു ഉറപ്പ് പറയാനുണ്ട്. ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ ഹല്ലേലൂയ മാറ്റിമറിക്കാൻ കഴിയും. മറക്കരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിനോടുള്ള ബന്ധത്തിൽ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ, കർത്താവിനോടുള്ള ആമേൻ ആ കൂട്ടായ്മ നിങ്ങൾ വളരുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറും. പ്രൈസ് ഗോഡ്. നിങ്ങൾ കർത്താവിനെ സ്നേഹിച്ചു നോക്കിക്കുക, കർത്താവിനെ വേണ്ട പോലെ ഒന്ന് തിരിച്ചറിഞ്ഞ് നോക്കിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ആമേൻ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട കർത്താവിലുള്ള ആ കൂട്ടായ്മയിലൊന്ന് വളർന്നു വരിക. ആമേൻ. ഈ വചന കേൾവിയിലൂടെ, ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നാം വചനത്തിലേക്ക് നാം ഒരുമിച്ച് മടങ്ങി വരിക എന്നുള്ളതാണ്. അതായത് പ്രിയപ്പെട്ട ചുറ്റുപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്കറിയാം, നമുക്ക് ദൈവത്തിന്റെ വചനത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഹല്ലേലൂയ അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥ ലക്ഷ്യം ഇരിക്കുന്നത്. നമ്മൾ എത്തിച്ചേരേണ്ടത് അവിടെയാണ്. ഹല്ലേലൂയ ആ കർത്താവിന്റെ വചനം നമ്മൾ ഇന്ന് പലപ്പോഴും പലരുടെയും ജീവിതത്തിനകത്ത് മറ്റു പല കാര്യങ്ങളിൽ ആശ്രയിച്ചിട്ട് അതിലാണ് അവരുടെ ബേസ്, അത് ഫൗണ്ടേഷൻ അവിടെയാണ്. പക്ഷെ പ്രിയപ്പെട്ടവർ, അതല്ല നമ്മുടെ ഫൗണ്ടേഷൻ. നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ ദൈവവചനമാണ്. അടിസ്ഥാനം ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിനകത്ത് നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ട്. ദൈവവചനത്തിനകത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ട്, നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ട്. ദൈവവചനത്താൽ നിങ്ങളുടെ ഹല്ലേലൂയ ആരോഗ്യ പ്രശ്നങ്ങൾ കർത്താവിന്റെ വചനത്താൽ സൗഖ്യമാക്കുന്നവനാണ് കർത്താവ്. നിങ്ങളുടെ വചനത്തെ വിശ്വസിച്ച് നോക്കിയേ, അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാവും. അനേക സാക്ഷ്യങ്ങൾ നിങ്ങളോട് പറയാൻ സാധിക്കും. വചനത്തിൽ നമ്മൾ നിലനിൽക്കുന്നോറും ഹല്ലേലൂയ നമുക്ക് ആരോഗ്യത്തിൽ, ദൈവശക്തിയിൽ, ദൈവകൃപയിൽ വർദ്ധിച്ച് വളരാൻ, ബലപ്പെടാൻ സാധ്യമാണ്. ദൈവവചനം ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ വളർന്നു വരിക, വർദ്ധിച്ചു വരിക, ബലപ്പെടുക, ഫലം കായ്ക്കുക. കർത്താവ് ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റുന്നവനാണ് കർത്താവ്. യെസ്, ഹല്ലേലൂയ. നിങ്ങളുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എന്തുമായിക്കോട്ടെ, അതിനകത്ത് അത്ഭുതം ചെയ്യാനായിട്ട് എന്റെ കർത്താവ് ശക്തനാണ്, എന്റെ ദൈവം ശക്തനാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ തളർന്നവരും തകർന്നവരും നിരാശപ്പെട്ടവരുമായി നിങ്ങളുടെ ജീവിതത്തിലായിരിക്കുന്നെങ്കിൽ, ഇല്ല, നിങ്ങൾ തകർന്നു പോകാൻ വിളിക്കപ്പെട്ടവരല്ല, നിരാശയിൽ കിടക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നിങ്ങളുടെ മേലെ ഒരു അസാധാരണ വിളി കിടപ്പുണ്ട്. ആ ബോധ്യത്തിൽ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറും. അതെ, ഒരു സംശയം വേണ്ട, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാടുകളിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ചേർന്ന് വസിക്കുക, കർത്താവിനോട് ചേർന്ന് നിൽക്കുക. നിങ്ങളിൽ
ഹല്ലേലൂയ. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കും. ഒരു സംശയം വേണ്ട, അതിനെ തികയ്ക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളും. നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമായിക്കോട്ടെ, ഏത് വലിയ പ്രതിസന്ധികളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കരുതുന്ന ഒരു കർത്താവ് നിങ്ങൾക്കായിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ശരിതെറ്റുകളെ നോക്കിയിട്ടല്ല, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അവന്റെ ഹല്ലേലൂയ ബലം, അവന്റെ കരുണ, അവന്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണ പ്രവൃത്തികളെ ചെയ്യാൻ ശക്തിയുള്ളതാണ്. നമുക്ക് 1 പത്രോസിന്റെ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളി. അതായത് അവിടെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഏത് വലിയ ചിന്താകുലങ്ങളാൽ നിങ്ങൾ ഭാരപ്പെട്ട് പിടിക്കപ്പെട്ടവരാണെങ്കിലും അതെല്ലാം കർത്താവിന് മേൽ ഇട്ടുകൊടുക്കുക. അവൻ നിങ്ങളെ പുലർത്തുന്നവൻ, അവൻ നിങ്ങളെ കരുതുന്നവൻ, അവൻ നിങ്ങളെ നടത്തുന്നവൻ, നിങ്ങൾ വീണുപോകാൻ അവൻ അനുവദിക്കാത്തവൻ. അതെ, ഹല്ലേലൂയ, നിങ്ങൾ വീണുപോകാൻ അവൻ അനുവദിക്കാത്തവനാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏത് സാഹചര്യങ്ങളിൽ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങള് വിചാരപ്പെടുന്നവരായി, കരയുന്നവരായി, തളർന്നവരായി, ബലം നഷ്ടപ്പെട്ടവരായി നിങ്ങളായിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ട ബലം മടക്കി തരാൻ കർത്താവിന്റെ വചനത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. അവനിൽ നിങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കാമോ? അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകെ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുക, അവന്റെ മേൽ ഇട്ടുകൊള്ളുക. അവൻ നിങ്ങളായിരിക്കുന്ന കുടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ വിഷയങ്ങളിൽ അവൻ നിങ്ങളെ കരം പിടിച്ച് നടത്താൻ മതിയായവനാണ്, നിങ്ങളെ വിട്ടിപ്പിക്കാൻ അവൻ മതിയായവനാണ്, നിങ്ങളെ മാനിക്കാൻ അവൻ മതിയായവനാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമാകട്ടെ, എത്ര വലിയ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ നിൽക്കപ്പെടും, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റിമറിക്കാനായിട്ട് കർത്താവിന് കഴിയും. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. നമുക്കറിയാം, നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കരുതുന്നവരാ, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതുന്നവരാ, അല്ലെ? അത് നമ്മുടെ ജീവിതത്തിലെ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ പ്രധാന ജീവിതത്തിലെ ലക്ഷ്യമെന്ന് തന്നെ പറയാം, നമ്മുടെ തലമുറകളെ സേഫ് ആക്കുക എന്നുള്ളതാണ്. അതെ, ഹല്ലേലൂയ. അത് നമ്മുടെ മാതാപിതാക്കളും അത് തന്നെയാണ് ചെയ്തത്. അവരുടെ മക്കൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് അവർ ചിലപ്പോൾ ഒരുപക്ഷെ വഴക്ക് പറയും, ചിലപ്പോൾ ഒരുപക്ഷെ കാര്യങ്ങളെ ചെയ്യും, ചിലപ്പം അവരുടെ ജീവിതത്തിൽ അവർ ചില ത്യാഗപരമായ തീരുമാനങ്ങൾ എടുക്കും. അവരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അവരുടെ തലമുറ ഒരിക്കലും കഷ്ടപ്പെടാൻ പാടില്ല, അവരുടെ തലമുറ ഒരിക്കലും ആരുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല, ആരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാൻ പാടില്ല. അവർ ദർശനത്തോടെ ഇന്ന് സകലരും, അല്ലെ, എല്ലാ മാതാപിതാക്കളുടെ ഹൃദയത്തിന്റെ വാഞ്ചയതാണ് അവരുടെ മക്കൾ നന്നായിരിക്കണം, അവരുടെ ഭാവി നന്നായിരിക്കണം. അതിനുവേണ്ടി അവർ ത്യാഗപൂർവമായി പലതും ചെയ്യും. നമ്മളെ എത്രയോ ആളുകളുടെ ജീവിത അനുഭവങ്ങളെ നമ്മൾ കേൾക്കുന്നു, കാണുന്നു. അവരുടെ ജീവിതത്തിനകത്ത് തകർന്നു പോകേണ്ട ജീവിത സാഹചര്യങ്ങൾ, മാതാപിതാക്കൾ കൈപിടിച്ച് മക്കളെ ഉയർത്തിയിട്ടുള്ള എത്രയോ സാക്ഷ്യങ്ങൾ, മക്കൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൽ തന്നെ ത്യാഗപൂർവമായി കാണുന്ന എത്രയോ മാതാപിതാക്കളെ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, ചിന്തിച്ചു നോക്കുക, കരുതുന്ന ഒരു മാതാവിനെ, കരുതുന്ന ഒരു പിതാവിനെ നമുക്ക് ലോകത്തിൽ ധാരാളം കാണാൻ കഴിയും, അല്ലെ? ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കുക, നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവിനെ കുറിച്ച് ഇവിടെ പത്രോസിന്റെ ലേഖനത്തിൽ പറയുക, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. അതായത് നിങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ച് ഭാരപ്പെടുന്നോ, ഏത് കാര്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടുന്നോ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, ഹല്ലേലൂയ, നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അതാണ് സത്യം, നിങ്ങൾ അറിഞ്ഞില്ല. പക്ഷെ യേശു ക്രിസ്തു ക്രൂശിൽ നിങ്ങൾ ഇപ്പോൾ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മറുപടി പരിഹാരം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. അവൻ അതിനകത്ത് അവൻ തന്റെ കരം നീട്ടി നിങ്ങളുടെ ജീവിത വിഷയത്തിനകത്ത് അവൻ അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സംശയം വേണ്ട, നിങ്ങളുടെ ജീവിതത്തെ വിടുവിക്കുവാൻ, നിങ്ങളെ മാനിക്കാൻ, നിങ്ങളെ കരുതുവാൻ ശക്തനായി, ആമേൻ, നല്ലവനായി കർത്താവ് കൂടുണ്ട്. നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ തളർന്നു പോകരുത്. ഹല്ലേലൂയ. നിങ്ങളെ കരുതുന്ന ഒരു കർത്താവ് നിങ്ങൾക്കായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് ഒരിക്കലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തളർന്നു പോകാതെ, ഒരു ജീവിത മേഖലയിലും നിങ്ങൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കാതെ, നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് ധൈര്യമായിരുന്നേ, എന്റെ കർത്താവ് എന്റെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി അവൻ വില കൊടുത്തതാ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ രോഗത്താലാണോ, അവൻ നിങ്ങളുടെ രോഗത്തിന് വേണ്ടി അവൻ ക്രൂശിൽ വില കൊടുത്തതാ. നിങ്ങൾ നിരാശയിലാണോ, നിങ്ങളുടെ നിരാശയ്ക്ക് വേണ്ടി അവൻ വില കൊടുത്തതാ. അവൻ നിങ്ങൾ തളർന്നവരാണോ, നിങ്ങൾക്ക് വേണ്ടി അവൻ വില കൊടുത്തതാ. രോഗികളാണോ, നിങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേറ്റതാണോ. ഹല്ലേലൂയ. അവന്റെ ശരീരം തകർക്കപ്പെട്ടത് നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി അവൻ തന്നെ ശരീരം മുറിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണറുകൾ നമ്മുടെ രോഗത്തിന് സൗഖ്യത്തിന് കാരണമായിട്ട് മാറി, നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് കാരണമായിട്ട് മാറി.
ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് എപ്പോഴാണ് വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? വിശ്വാസത്താൽ, ഹല്ലേലൂയ, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ദീനക്കാരന് സൗഖ്യം വരും. എങ്ങനെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക? ഹല്ലേലൂയ, വിശ്വാസത്തോടുകൂടി ഒരു കാര്യം വിശ്വസിച്ചാൽ മതി. യേശു, ഹല്ലേലൂയ, ഈ രോഗത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതാണ്, ചുമന്നതാണ്. അവൻ ആ രോഗത്തിന്റെ വിഷയത്തിന് വേണ്ടി യേശു അടിക്കപ്പെട്ടു. എന്റെ ശരീരത്തിന്റെ മുറിവുകൾക്ക് വേണ്ടി അവൻ മുറിപ്പെട്ടു. എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവൻ അടിക്കപ്പെട്ടു. ഹല്ലേലൂയ, അവൻ തന്നെ താഴ്ത്തപ്പെട്ടു എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്. എപ്പോഴാണോ നമ്മുടെ ഹൃദയത്തിനകത്ത് ആ ബോധ്യം ഉണ്ടാകും, ആ ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം മാറ്റുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തളർന്നു പോകരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് തന്നെ പറയണം, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. ഒന്ന് പറയാൻ പറ്റുമോ? എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. യെസ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. അബ്രഹാമിനോട് കർത്താവ്, ഞാൻ നിന്നെ അനുഗ്രഹമാക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ഇത് കർത്താവ് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്. നാം പിന്നത്തതിൽ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ വളരെ അടുത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അബ്രഹാമിന്റെ വർധനവ്, അബ്രഹാമിന്റെ അനുഗ്രഹം, അബ്രഹാമിന്റെ ഉയർച്ച നമുക്ക് കാണാൻ സാധിക്കും. അബ്രഹാം എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. ദേശത്തിലെ അധിപതികൾ പോലും അബ്രഹാമിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പോലത്തെ സാഹചര്യത്തിലേക്ക് ആയിത്തീർന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം ചെന്നിടത്തൊക്കെ ജയാളിയായി മാറി. അബ്രഹാം ചെന്നിടത്തൊക്കെ അവൻ വർദ്ധിക്കാനായിട്ട് തുടങ്ങി. കാരണം അബ്രഹാമിന്റെ മേൽ വസിച്ചിരുന്ന ദൈവത്തിന്റെ അനുഗ്രഹം, അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം, അത് പ്രിയപ്പെട്ടവർ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റിയെങ്കിൽ നിങ്ങൾ മറന്നു പോകരുത്, നിങ്ങളുടെ ജീവിതത്തിനകത്തും അല്ലെങ്കിൽ അസാധാരണ വീര്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് കർത്താവിന് കഴിയും. കർത്താവിന് അത് സാധ്യമാണ്. അതിന് മറ്റൊന്നും നിങ്ങളിൽ നടക്കേണ്ട കാര്യമില്ല, മറ്റൊന്നും നിങ്ങളിൽ സംഭവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കർത്താവിന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്, കർത്താവിന്റെ പ്രോമിസ് നിങ്ങളിലുണ്ട്. ആ ബോധ്യം മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറാൻ. അതെ, വേറൊന്നും വേണ്ട. നമുക്ക് ഇവിടെ കർത്താവ് അവരോട് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അതിനുശേഷം നമുക്കറിയാം അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ മകനെ കൊടുത്തു. ആ 100-ാമത്തെ വയസ്സിൽ മകനെ കൊടുത്തിട്ട് അവന് തലമുറകളെ കൊടുത്തു, ഇസഹാക്കിന് തലമുറകളെ കൊടുത്തു. ആ തലമുറയിൽ യാക്കോബില് കർത്താവ് 11 മക്കളെ 12 മക്കളെ കർത്താവ് കൊടുത്തു. ആ 12 മക്കളിൽ 13 പേരുണ്ടായിരുന്നു, ഒരു പെൺമകൾ ഉൾപ്പെടെ 13 പേര്, 12 മക്കളെ കൊടുത്തു. ആ 12 മക്കളിലൂടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അവർ വർദ്ധിക്കാനായിട്ട് തുടങ്ങി, അവര് വലിയൊരു ജാതിയാക്കി മാറി. കർത്താവ് യാക്കോബിന് നൽകിയ ഒരു വാഗ്ദത്തമാണ്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 46-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ അവിടെ നിന്നെ വലിയൊരു ജാതിയാക്കും. അവനെ മിസ്രൈമിൽ വലിയൊരു ജാതിയാക്കി മാറ്റി. നമ്മള് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്, അവർ വർദ്ധിച്ചു, ബലപ്പെട്ടു, ദേശത്തെ നിറയ്ക്കുന്ന പോലെ അവർ വർദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ, അവരെ വർദ്ധിപ്പിച്ചു. അവരോട് കർത്താവ് പറഞ്ഞു വാഗ്ദത്തം അവരിൽ കർത്താവ് നിവർത്തിച്ചു. എന്നാൽ ആ വാഗ്ദത്ത നിവൃത്തിയുടെ കാലഘട്ടങ്ങളിൽ അവരുടെ ജീവിതത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ ജീവിതത്തിൽ ഇന്നുവരെ അവർ കടന്നുപോയിട്ടില്ലാത്ത പോലെ വലിയ ഉപദ്രവത്തിൽ കൂടെ കടന്നു പോകാൻ ഇടയായി. കാരണം അവർ വർദ്ധിച്ചപ്പോ ആ ദേശത്തുള്ളവർ ഭയപ്പെടാൻ തുടങ്ങി. അവരുടെ മേൽ അവരെ കുറിച്ചുള്ള ഭീതി അവരുടെ അകത്ത് വന്നു. അതുകൊണ്ട് തന്നെ അവർ വർദ്ധിക്കുന്നത് നിർത്താനായിട്ട് അവരെല്ലാ വിധത്തിലുമുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് വേണേൽ പറയാം. അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കി. ആൺകുഞ്ഞുങ്ങളെ വെള്ളത്തിൽ എറിഞ്ഞു കളയണമെന്ന് കൽപ്പന പുറപ്പെട്ടു. അങ്ങനെ ഒരു വലിയ ഉപദ്രവത്തിന്റെ കാലഘട്ടത്തിൽ അതിൽ കൂടെ കടന്നുപോയി. വർദ്ധിക്കുവാൻ അനുവദിക്കാത്ത വണ്ണം ഉപദ്രവത്തിൽ കൂടെ കടന്നുപോയി. എന്നാൽ പ്രിയപ്പെട്ട ഹല്ലേലൂയ, നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവ് പറഞ്ഞതാണോ? കർത്താവ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞതാണോ? പ്രതികൂലങ്ങളെ നീ അവഗണിക്കുക, പ്രതികൂലങ്ങളെ നീ മൈൻഡ് ചെയ്യണ്ട. കർത്താവ് വർദ്ധിപ്പിക്കുമെന്ന് നിന്നോട് പറഞ്ഞതാണ്, അവൻ നിന്നെ വർദ്ധിപ്പിച്ചിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ഏതുമാകട്ടെ, അവൻ പറഞ്ഞ വാഗ്ദത്തം അവൻ നിവർത്തിച്ചിരിക്കും. നിനക്ക് വേണ്ടി ഹല്ലേലൂയ, നിനക്ക് വേണ്ടി കർത്താവ് എന്തും ചെയ്യും. നിനക്ക് വേണ്ടി കർത്താവ് എന്തും ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, നിനക്ക് വേണ്ടി കർത്താവ് എന്തും ചെയ്യും. അതെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്കുക. അവരെ കൽപ്പന പുറപ്പെടുവിച്ചു. ആ ദേശത്ത് ഒരു വിധത്തിലും ഇവർ വർദ്ധിക്കരുതെന്നുള്ള നിയമം വന്നു. ആ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവർ വർദ്ധിക്കാൻ തുടങ്ങി. ആ നിയമ സാഹചര്യത്തിൽ, ആ പ്രതികൂലങ്ങളുടെ നടുവിൽ ഈ ഒരു സമൂഹം വർദ്ധിക്കാനായിട്ട് തുടങ്ങി. അവർ ദേശത്ത് പെരുകി, അവർ വർദ്ധിച്ചു. അവരെ കുറിച്ചുള്ള ഭയം അവരുടെ അകത്ത് വന്നു.
ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഉൽപ്പത്തി 46:2 യാക്കോബിനോട് കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും, നിന്നെ വലിയ ജാതിയാക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, കർത്താവ് പറഞ്ഞ വാക്ക് അവനിൽ നിവർത്തിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ശരീരത്തിൽ ചില രോഗങ്ങൾ, നിങ്ങളുടെ ഹല്ലേലൂയ സാമ്പത്തികമായ മേഖലയിൽ ചില വെല്ലുവിളികൾ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില തകർച്ചകൾ നിങ്ങൾ മുഖാമുഖം കണ്ടിട്ട് നിങ്ങൾ തളർന്നു പോയവരെ പോലെ ആയിരിക്കാണോ? ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കരുത്. നിങ്ങളോട് പറഞ്ഞ പ്രോമിസ് അവൻ നിവർത്തിച്ചിരിക്കും. ആമേൻ. ഹല്ലേലൂയ. മാർത്തയും മറിയും യേശുവിന്റെ അടുക്കൽ ആളയച്ചപ്പോ യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ല. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അത് പറഞ്ഞവൻ കർത്താവ്. നിങ്ങൾ ഹല്ലേലൂയ വചനത്തെ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ, അവര് ഹല്ലേലൂയ യേശു ക്രിസ്തു വന്നപ്പോ അവര് പറഞ്ഞൊരു കാര്യം എന്താ? കർത്താവ് അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ മരിക്കയില്ലായിരുന്നു, ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. കർത്താവ് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഉണ്ടായിരുന്നു എന്ന വാക്ക് നിങ്ങൾ പറഞ്ഞ് ഞാൻ ഹല്ലേലൂയ, നിങ്ങൾ എന്നെ പരിമിതിപ്പെടുത്തരുത്. ഹല്ലേലൂയ. കർത്താവ് അവൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് പരിമിതികളല്ല. ഇന്നലെ ഉണ്ടായിരുന്നവനും ഇന്നുള്ളവനും നാളെ ഉണ്ടായിരിക്കുന്നവനുമാണ്. ഹല്ലേലൂയ. ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോറെവർ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്നവനാ, മാറാത്തവനാ. അവൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇവിടെ കർത്താവ് ചെയ്യുന്ന ഒരു കാര്യം ഇതാ. ഹല്ലേലൂയ. ആ മരിച്ച ലാസറിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മുടെ സഹോദരൻ ലാസർ നിദ്ര കൊള്ളുന്നു. പ്രിയപ്പെട്ടവർ, കർത്താവിന്റെ കരം നീട്ടി കർത്താവിന്റെ ബലം വെളിപ്പെട്ടു. മരിച്ച ലാസർ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു വന്നു. എന്താണെന്നറിയാമോ? അവനെ കുറിച്ച് ഒരു വാഗ്ദത്തം കിടപ്പുണ്ടാകും. ഹല്ലേലൂയ. ഈ ദീനം മരണത്തിനല്ല എന്ന ഒരു വാക്ക് വീണിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്ത് സംഭവിച്ചാലും അത് വചനത്തിന്, ഹല്ലേലൂയ, ആ സാഹചര്യങ്ങൾ വചനത്തെ മാറ്റത്തില്ല, പക്ഷെ വചനം നിന്റെ സാഹചര്യങ്ങളെ മാറ്റും. ഹല്ലേലൂയ. എല്ലാ രീതിയിലും ഒടുങ്ങി നിരാശപ്പെട്ട് തളർന്ന് ഞെരുങ്ങി ജീവിതത്തിൽ കടന്നു പോവുകയാണോ? ഇന്ന് ഞാൻ പറയട്ടെ, അല്ലല്ലല്ല, ആ സാഹചര്യങ്ങൾ നിന്നെ ഞെരുക്കാനുള്ളതല്ല. ആമേൻ. ഈ ഞെരുക്കത്തിന് നടുവിൽ നിനക്ക് ഒരു അഭിവൃദ്ധിയുണ്ട്. ഈ ഞെരുക്കത്തിന് നടുവിൽ നിനക്ക് ഒരു ഉയർച്ചയുണ്ട്. അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. കാരണം നിന്റെ മേലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യാക്കോബിനോട് കർത്താവ് വാക്ക് പറഞ്ഞു, നിന്നെ വലിയ ജാതിയാക്കും. സാഹചര്യങ്ങൾ എതിരായി മാറി. പക്ഷെ പുറപ്പാട് പുസ്തകത്തിന്റെ 1:7 1:12 കാണുന്നു, അവരെ പീഡിപ്പിക്കുന്നോറും അവർ വർദ്ധിച്ചു. 7-ാം വാക്യത്തിൽ കാണുന്നു, അവർ ബലപ്പെട്ടു. ആമേൻ. അവർ ദേശത്തെ നിറച്ചു. അവിടുള്ളവർ ഭയപ്പെടത്തക്കവണ്ണം, ഇവരെ കുറിച്ച് ഭയപ്പെടത്തക്കവണ്ണം അവർ ഒരു വലിയ ജാതിയായി മാറി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമാകട്ടെ, എന്റെ ദൈവത്തിന്, ഹല്ലേലൂയ, നിങ്ങളുടെ സാഹചര്യങ്ങളെ ഏതറ്റം വരെയും ഇറങ്ങി നിന്ന് ആമേൻ അതിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. അതിനെ മാറ്റിമറിക്കാൻ എന്റെ കർത്താവിന് കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് നിരാശ വേണ്ട, ഭാരം വേണ്ട. ആമേൻ. ഹല്ലേലൂയ. തളർച്ച വേണ്ട. നിങ്ങളെ വിളിച്ചവനിലുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ എന്റെ ദൈവം ശക്തനാണ്. നിന്റെ സാഹചര്യത്തെ മാറ്റിമറിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. അവിടെ കർത്താവ് ചെയ്തൊരു കാര്യം, ഹല്ലേലൂയ, ആ ജനത്തെ വർദ്ധിപ്പിച്ചവനായ കർത്താവ് പറഞ്ഞു, ഞാൻ പുറത്തു കൊണ്ടുവരിക. മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരിക. എന്തിനാ പുറത്തു കൊണ്ടുവരുന്നത്? ഞാനൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദത്ത ഭൂമിയിൽ അവരെ എത്തിക്കാനായിട്ട് മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ അയക്കുകയാണ്. എന്തിനാ? ഹല്ലേലൂയ, ഞാൻ വാക്ക് പറഞ്ഞ സ്ഥലത്തേക്ക് എന്റെ ജനത്തെ എത്തിക്കാനായിട്ട്. അവര് ഇറങ്ങി പുറപ്പെട്ട സാഹചര്യങ്ങളെല്ലാം ഹല്ലേലൂയ അനുകൂലമാണെന്ന് തോന്നത്തക്ക വിധമായിരുന്നു അവരുടെ ഇറക്കം. അവർ അത്ഭുതകരമായിട്ട് സംഹാര ദൂതൻ ഇറങ്ങി വലിയ സംഹാരം നടന്നു. ആമേൻ. പിറ്റേ ദിവസം വലിയ പുറപ്പാട് നടന്നു. വലിയ ആഘോഷമായിരുന്നു. അവർ ഒരുമിച്ച് സ്തുതിച്ചു, സ്തോത്രം ചെയ്തു, വലിയ സന്തോഷത്തോടെ പോവുകയാണ്. എന്നാൽ അവരുടെ സ്വന്തം ഇഷ്ടത്തിനല്ല പോകുന്നത്, ദൈവം നയിക്കുന്ന വഴിക്കാണ് അവർ പോകുന്നത്. അങ്ങനെ തന്നെ അവർ യാത്ര ചെയ്ത് അവര് ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുക. ചെങ്കടലിന് മുമ്പിൽ വന്ന് നിന്നപ്പോൾ അവർക്ക് ആശയക്കുഴപ്പങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അത് ഒരു ആധിക്യത്തോടെ ആയില്ല. പക്ഷെ എന്നാൽ പിന്നത്തത്തിൽ പെട്ടെന്ന് പുറകെ വരുന്ന ഫറവോന്റെ സൈന്യത്തിന്റെ ശബ്ദം കേട്ടപ്പോ അവരുടെ അകത്ത് ആ പാളയത്തിൽ, അവരുടെ സമൂഹത്തിൽ, അവരുടെ ഇടയ്ക്ക് വലിയൊരു കലഹം ഉണ്ടായി. അവർ പറഞ്ഞു, മോശയോട് നിലവിളിച്ചു, നീ എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞങ്ങൾ എന്തിനാണ് ഇവിടെ മരുഭൂമിയിൽ ഞങ്ങളെ അടക്കം ചെയ്യാനാണോ? ഞങ്ങളെ തീർത്തു കളയാനാണോ? ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള സാഹചര്യമില്ല. ഞങ്ങളുടെ അവസ്ഥകളെല്ലാം മോശമാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു സാഹചര്യമില്ല. ഞങ്ങൾക്ക് ഇവിടെ കൊണ്ട് തീരാനാണോ? അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ തിരിച്ചു പോകാം, ഞങ്ങൾ മടങ്ങിപ്പോകാം. അവരിൽ ചിലർ പറഞ്ഞു, നമുക്ക് മടങ്ങിപ്പോകാം. പ്രിയപ്പെട്ടവർ, അവിടെ ഹല്ലേലൂയ ദൈവവചനത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാണ്. ആമേൻ. മോശ ജനത്തോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ.
ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിന്റെ 13, 14 വാക്യം, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ദൈവം വരുത്തുന്ന രക്ഷയെ ഇന്ന് നിങ്ങളുടെ കണ്ണ് കണ്ടുകൊള്ളുക. നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനിമേൽ നിങ്ങൾ കാണത്തില്ല. കാരണം യുദ്ധം യഹോവയ്ക്കുള്ളതാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കുക. അവിടെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. യുദ്ധം യഹോവയ്ക്കുള്ളതാ. യുദ്ധം കർത്താവ് നോക്കിക്കോളും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ തന്നെ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങളെ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ചെയ്തത് തെറ്റാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചില അബദ്ധത്തിൽ പെട്ടുപോയി. നിങ്ങൾ ചില കുറവുകളിൽ പെട്ടുപോയി. നിങ്ങൾ ചില കാര്യങ്ങളിൽ ദൈവശബ്ദം കേട്ടിട്ട് ഇറങ്ങിയതാ. പക്ഷെ വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുക. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. തളർന്നും നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് പറയാം, നീ ഹല്ലേലൂയ എന്റെ ശബ്ദം കേട്ടിറങ്ങിയതാണോ? ആമേൻ, ഹല്ലേലൂയ. നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. നിന്നെ വിളിച്ചടത്തെത്തിക്കുന്നത് ഞാൻ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അവിടെ മോശ പറഞ്ഞ ഒരു കാര്യം, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. Battle is to belong to the Lord. ആമേൻ. യുദ്ധം യഹോവയ്ക്കുള്ളതാ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, ആമേൻ, നിങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവ് നിങ്ങൾക്കായിട്ടുണ്ടാവും. ഹല്ലേലൂയ. 15-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ ദൈവം സംസാരിക്കുക. പുറപ്പാട് പുസ്തകം 14 അധ്യായം 15-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുക, മോശേ, നീ എന്നെ നോക്കി നിലവിളിക്കുന്നത് എന്താണ്? എന്റെ കയ്യിലെ വടിയെടുത്ത്, ആമേൻ, ജനത്തോടൊന്ന് പറ, മുന്നോട്ട് പോകാൻ പറ. നിന്റെ കയ്യിൽ വടിയെടുത്ത് സമുദ്രത്തെ വിഭാഗിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരുടെ, 2 കാര്യമാണ് പറയുന്നത്. മോശയോട് പറയുന്നത് നീ വടിയെടുത്ത് ചെങ്കടലിനെ വിഭാഗിക്കാം. ജനത്തോട് പറയുന്നത് മുന്നോട്ട് പോവുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ. മോശ ജനത്തോട് പറഞ്ഞു മിണ്ടാതിരിപ്പിൻ. എന്നാൽ കർത്താവ് മോശയോട് പറയുക, അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് നീ മിണ്ടാതിരിക്കാനുള്ള സമയമല്ലിത്. അവർ മിണ്ടാതിരിക്കട്ടെ, പക്ഷെ നീ മിണ്ടണം. ആമേൻ. നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് ചില അധികാരമുണ്ട്. ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയും. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നമ്മളോട് തന്നെ പറയണം, I am a blessing. ഞാൻ ഒരു അനുഗ്രഹമാണ്. ഞാൻ വീണു പോകാൻ വിളിക്കപ്പെട്ടവനല്ല. ഞാൻ തകർന്നു പോകാൻ വിളിക്കപ്പെട്ടവനല്ല. ഞാൻ ശൂന്യമായി തീരാൻ വിളിക്കപ്പെട്ടവനല്ല. ഞാൻ തീർന്നു പോകാൻ വിളിക്കപ്പെട്ടവനല്ല. യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് തന്നെ, നിങ്ങളുടെ ജീവിതത്തോട് തന്നെ പറഞ്ഞാട്ട്, യെസ്, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തോട് തന്നെ പറഞ്ഞാട്ട്, ഹല്ലേലൂയ, ഞാനൊരു അനുഗ്രഹമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങളോട് തന്നെ പറഞ്ഞാട്ട്, ഞാൻ കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവനാ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. ക്രിസ്തുവിൽ, ഹല്ലേലൂയ, ആമേൻ, ക്രിസ്തു എന്റെ ആരോഗ്യമാണ്. ക്രിസ്തു എന്റെ സമ്പത്താണ്. ക്രിസ്തു എന്റെ ജ്ഞാനമാണ്. ക്രിസ്തു എന്റെ ബലമാണ്. ക്രിസ്തു എന്റെ അനുഗ്രഹമാണ്. ക്രിസ്തു എന്റെ അധികാരമാണ്. പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, ക്രിസ്തുവിൽ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടോ അതെല്ലാം ക്രിസ്തുവിൽ ഉവന്നാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ജീവന് ഭക്തിക്ക് വേണ്ടിയൊക്കെയും ക്രിസ്തുവിൽ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു, തന്നു കഴിഞ്ഞിരിക്കുക. ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, മോശയോട് കർത്താവ് പറഞ്ഞു നീ മിണ്ടാതിരിക്കുക. മോശ ജനത്തോട് പറഞ്ഞു മിണ്ടാതിരിക്കാനായിട്ട്. പക്ഷെ എന്നാൽ മോശയോട് ദൈവം പറയും, നീ മിണ്ടാതിരിക്കേണ്ട സമയമല്ല. ഹല്ലേലൂയ. നീ എന്നോടല്ല ഇപ്പൊ ശബ്ദിക്കേണ്ടത്. നീ എന്നോടല്ല ഇപ്പൊ പറയേണ്ടത്. ചെങ്കടലിനോട് പറയുക, സാഹചര്യങ്ങളോട് പറയുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ്, ആമേൻ, മോശയോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? മോശ പറഞ്ഞൊരു കാര്യമാണ്, എന്റെ നാവ് തടിച്ചതാ, എനിക്ക് ശബ്ദത്തിന് പ്രയാസമുണ്ട്, എനിക്ക് സംസാരശേഷിക്ക് കുറവുകളുണ്ട്. പക്ഷെ എന്റെ കർത്താവ്, ആമേൻ, ഹല്ലേലൂയ, ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന്റെ ആദ്യത്തെ അത്ഭുതം എങ്ങനെയാ നടന്നതെന്നറിയാമോ? കർത്താവ് പറയുക, ആമേൻ, ഹല്ലേലൂയ, മോശയുടെ വാക്കുകൾ. അതേ പ്രിയപ്പെട്ടവരെ, ആമേൻ, ഹല്ലേലൂയ, സംസാരിക്കാൻ പരിമിതിയുള്ളവനാ. എന്നാൽ ആ പരിമിതിയുള്ള നാവ് കൊണ്ട്, ആ പരിമിതിയുള്ള മോശയെ കൊണ്ട്, ആമേൻ, അത്ഭുതങ്ങളെ ചെയ്യിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ എവിടെയാണോ പരിമിതി ഉള്ളത്, ആ പരിമിതികളുടെ, ആമേൻ, പ്ലാറ്റ്ഫോമിനെ തന്നെ, ആമേൻ, ദൈവപ്രവർത്തികളുടെ പ്ലാറ്റ്ഫോം ആക്കി കർത്താവ് മാറ്റും. ഹല്ലേലൂയ. തളർന്നു പോകരുത്, നിരാശപ്പെടരുത്. കർത്താവ് വിളിച്ച വിളിയുടെ അസാധാരണമായ, ആമേൻ, തലത്തെ മനസ്സിലാക്കുക, കുതിക്കുക, മുന്നോട്ട് പോവുക. അഭിവൃദ്ധി തന്നെ നീ പ്രാപിക്കും. നീ വീണു പോകത്തില്ല, നീ തളർന്നു പോകത്തില്ല. നിന്നിൽ, ഹല്ലേലൂയ, നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അതുകൊണ്ട് ഒന്ന് വിളിച്ചു പറയാമോ? ക്രിസ്തു എന്റെ ആരോഗ്യമാണ്. ക്രിസ്തു എന്റെ സമ്പത്താണ്. ക്രിസ്തു, ഐ ആം ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ. ഞാൻ ക്രിസ്തുവില, ക്രിസ്തു എന്റെ അകത്തിരിക്കുക. ആ ധൈര്യത്തോട് മുന്നോട്ട് പോവുക. ആമേൻ. സാഹചര്യങ്ങളോട് കൽപ്പിക്കുക, പിന്മാറാൻ കൽപ്പിക്കുക, മാറി നിൽക്കാൻ കൽപ്പിക്കുക. സംഭവിച്ചിരിക്കും. പ്രൈസ് ഗോഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ,
അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവിന്റെ ജീവനും കർത്താവിന്റെ ശക്തിയും കർത്താവിന്റെ ബലവും ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ വ്യക്തികളിലേക്കും പകരപ്പെടട്ടെ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും അസാധാരണമായ ദൈവകൃപ ഇന്ന് വെളിപ്പെടട്ടെ. അവരുടെ അവസ്ഥകളിൽ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ നടക്കട്ടെ. കർത്താവ് അവരെടുത്തു പറയുന്ന ഒരു അടയാളമായി അവരായിരിക്കുന്ന ദേശത്ത് ആമേൻ മറ്റുള്ളവർ ആമേൻ ഹല്ലേലൂയ ആമേൻ കണ്ട് അങ്ങേക്ക് മഹത്വം കൊടുക്കുന്ന അടയാളമായിട്ട് അവരെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ മുന്നോട്ടും പോകാൻ കഴിയാതെ പുറകോട്ടും പോകാൻ കഴിയാതെ ആമേൻ ഹല്ലേലൂയ കുരുക്കിലായതുപോലെ ഇരിക്കുന്ന അവസ്ഥയിലുള്ളത് യേശുവിന്റെ നാമത്തിൽ പ്രത്യേകിച്ച് കർത്താവ് ചിലരുടെ വീടും വസ്തുവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ ചില വെല്ലുവിളികളുടെ മുമ്പിലായിരിക്കുമ്പോൾ ചുറ്റുപാടുകളിൽ ആമേൻ ചില വെല്ലുവിളികളാൽ അവിടെ നിൽക്കാൻ കഴിയാതെ ജീവിതത്തിനകത്ത് വലിയ നിരാശ ഉണ്ടാകുന്നത് പോലെ പ്രയാസങ്ങളുടെ നടുവിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അവരുടെ ആ വസ്തു സംബന്ധമായ ചില വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. നിന്റെ കരം അതിനുവേണ്ടി ചലിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. പ്രതിയോഗി എത്ര വലിയവനാണെങ്കിലും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് ആർക്ക് നിൽക്കാൻ കഴിയത്തില്ലല്ലോ കർത്താവെ. അങ്ങയുടെ കരം അവർക്ക് വേണ്ടി ചലിക്കപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ തന്നെ ഒരു അത്ഭുതം അതേ കർത്താവെ ഹല്ലേലൂയ അവരുടെ ബുദ്ധിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാവുന്നതിനപ്പുറമായ നിലയിൽ ഒരു വലിയ വീര്യ പ്രവൃത്തി അവരിൽ സംഭവിക്കട്ടെ. അവരായിരിക്കുന്ന സ്ഥലത്ത് ആമേൻ ചുറ്റുപാടുമുള്ളവർ ആമേൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ആമേൻ അവർക്ക് വിരോധമായി നിന്നവർ പോലും തിരിച്ചറിയത്തക്കോണം ഒരു അത്ഭുതം സംഭവിക്കട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആ സാഹചര്യങ്ങൾ മാറിപ്പോവട്ടെ. അത്ഭുതം നടക്കട്ടെ. ആമേൻ വ്യക്തികൾ രൂപാന്തരപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. രോഗികളായിട്ട് എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർക്കായി യേശുവിന്റെ നാമത്തിൽ ഇടിവിൽ നിൽക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവരുടെ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന ശക്തി, ആ അടിപ്പിണറുകളാലുള്ള സൗഖ്യശക്തി ഇപ്പോൾ തന്നെ അവരിലേക്ക് ഒഴുകട്ടെ. ആമേൻ സൗഖ്യം വെളിപ്പെടട്ടെ, സൗഖ്യം പുറപ്പെടട്ടെ. അവർ ജീവനോടെ ബലത്തോടെ ആരോഗ്യത്തോടെ എഴുന്നേൽക്കട്ടെ. രോഗം അവരെ വിട്ടുമാറട്ടെ. ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് തൊട്ടതിനായിട്ട് നന്ദി, വിടുവിച്ചതിനായി സ്തോത്രം. മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ സകല അവസ്ഥകളെ മാറ്റാൻ കഴിവുള്ളത്. നിങ്ങളെല്ലാം കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുക. അതിന് നിങ്ങൾ ഉറപ്പോടെ ധൈര്യത്തോടെ വിശ്വസിക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് ധൈര്യത്തോടെ പറ, യുദ്ധം യഹോവയ്ക്കുള്ളതാ, കർത്താവ് നോക്കിക്കോളും. ഞാൻ കർത്താവിനുള്ളവൻ, അതുകൊണ്ട് തന്നെ എന്റെ കാര്യം കർത്താവ് നോക്കിക്കോളും. ഒന്നിനെ കുറിച്ച് ഞാൻ ഭാരപ്പെടുന്നു. ആ ബോധ്യം നിങ്ങളുടെ അകത്തൊന്ന് വരട്ടെ. ആ ധൈര്യത്തിൽ അങ്ങ് നിൽക്കുക. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ജയാളികളായി നിൽക്കുന്നത് ലോകം കാണും. ഇത് കർത്താവിന്റെ പദ്ധതിയാണ്. യെസ്, ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടാതിരിക്കാനല്ല നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഏതാ? കർത്താവിനോട് നിലവിളിക്കാനല്ല, സാഹചര്യങ്ങളോട് കൽപ്പിക്കാനായിട്ട്. അതെ, ഹല്ലേലൂയ. നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കി നിങ്ങളൊന്ന് കൽപ്പിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതമായി മാറും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായി ഈ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ കൂടെ കർത്താവിനെ സ്തുതിക്കുവാനും നിങ്ങളുടെ സാക്ഷ്യങ്ങളെ കേട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യാനും ഞങ്ങളും ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.